നമസ്കാരം സുഹൃത്തുക്കളെ. 53/2024 എന്ന കാറ്റഗറിയിൽ വരുന്ന 2024 നടത്തിയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. എത്രാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്? 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 2024 നടന്ന 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടുകാർ നോട്ട് ചെയ്ത് വെക്കണം. നന്നായിട്ട് അത് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഏത് ഭാഗത്തു നിന്നാണ് അറിയാതെ പോയത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ വിഷയങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നും പറയുമ്പോൾ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ റൈറ്റ് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടിയിട്ടൊന്ന് ഇനേബിൾ ചെയ്തിട്ടിടണം. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് താഴെ കമന്റ് ചെയ്തിട്ട് കൂടിയിട്ട് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് പരിചയപ്പെടാം. അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാൻ വേണ്ടി മാത്രം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോട്ട്ബുക്ക് എപ്പോഴും കയ്യിൽ കരുതണം കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ആരുടെ വാക്കുകളാണ് ഇത്? ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് അല്ലേ? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം എപ്പോഴാണ്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയിരിക്കുന്നത് പറയൂ, എപ്പോഴാണ്? 1949 നവംബർ 26-നാണ് അല്ലേ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. അപ്പൊ എപ്പോ പറയും? 1949 നവംബർ 26 നവംബർ 26. വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. വൈകുണ്ഠ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്താൻ പറയുമ്പോൾ എങ്ങനെ ചെയ്യും? ഓരോ ക്വസ്റ്റ്യൻ അത് എളുപ്പമുള്ളത് എടുത്തിട്ട് വേഗം എന്ത് ചെയ്യുക? എലിമിനേഷൻ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നമുക്കറിയാം പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് അല്ലേ? ഇവിടെ പ്രസ്താവനകൾ വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തണം. അപ്പൊ പ്രാചീന മലയാളം എന്ന കൃതി ചട്ടമ്പി സ്വാമികളാണ്. രണ്ടുപേരും ഓപ്ഷനൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്തിട്ട് പോകണം. ഇവിടെ രണ്ടുണ്ട്. എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ അതിലും രണ്ടുണ്ട്. അപ്പൊ 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാടും ആരുടേതായിരുന്നു? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. പ്രാചീന മലയാളം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ. ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? എവിടെയാണ്? കളവങ്കോടാണ് കേട്ടോ. കളവങ്കോടാണ് അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയത്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയാണ്. 1ാം ലോക മഹായുദ്ധ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ശരിയാണ്. 1 ആൻസർ ആയിട്ട് വരണം അല്ലേ? ഇവിടെ ഒന്നില്ല, അതുകൊണ്ട് ഇവിടെ ഡിലീറ്റ് ചെയ്തു, ഇവിടെയും ഡിലീറ്റ് ചെയ്തു. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വിട്. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. അത് ശരിയാണ്. 1ഉം 3ഉം ഇവിടെ എന്താണ്? ശരിയാണ്. ബില്ലുവണ്ടി യാത്ര 4 വരുന്ന ഓപ്ഷൻ പിന്നെ എക്സ്ട്രാ ഇല്ല അല്ലെ? ഇവിടെ ഓൾറെഡി നമ്മൾ ഡിലീറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 3ഉമാണ്. 5ാമത്തെ ആൻസർ സി ആണ്. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ഏതൊക്കെയായിരുന്നു? ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇതൊക്കെ എന്താണ്? ആധുനിക കാലഘട്ടത്തിലെ മിഷനറി സംഘങ്ങളാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. 1, 3. 6ാമത്തെ ആൻസർ എ വരും. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ്? നമുക്കിതിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം അയ്യങ്കാളി അല്ലേ? 2 സി വരണം അല്ലെ? 2 സി വരണം. അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമികള്. 3ാമത്തത് സമത്വ സമാജം അല്ലെ? 3 എ വരണം. 3 എ വരുന്നത് ഏതുണ്ട്? ഇവിടെ ഈ 2 3 എ വരുന്നുണ്ട് അല്ലെ? പിന്നെ നമ്മൾ ഏത് അടയാളപ്പെടുത്തിയ? അയ്യങ്കാളി അടയാളപ്പെടുത്തി. അയ്യങ്കാളി ഏതാണ്? 2 സി വരണം. 2 സി വരുന്നത് ഇതിൽ 2 സി വരുന്നുണ്ട് അല്ലെ? പിന്നെ ശ്രീനാരായണ ഗുരു ശ്രീധർമ്മ പരിപാലന യോഗം. 4ാമത്തെ ആൻസർ ഏത് വരണം? ബി വരണം അല്ലെ? 4ാമത്തെ ആൻസർ ബി വരണം. കണ്ടോ? അപ്പൊ ഏത് വന്നു? 7ാമത്തെ ആൻസർ ബി ആണ് വരുന്നത് അല്ലെ? വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം സംഘം. അത് അറിയാമെങ്കിലും നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം അല്ലെ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം ഐക്യ സംഘം. 1ാമത്തെ ആൻസർ ഡി വരണ ഏതാണ്? ഓപ്ഷൻ നോക്കുക. അവിടെ 1ാമത്തെ ആൻസർ ഡി വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലെ?
പിന്നെ അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീധർമ്മ പരിപാലന യോഗം, അതായത് SNDP പറയുന്നില്ലേ അത്. 1940 ജൂലൈ 30 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധം. 40 ജൂലൈ 30 എന്താണ് സംഭവിച്ചത്? ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതാണ് കേട്ടോ. ഇവിടെ നമുക്ക് രണ്ടെണ്ണം കൺഫ്യൂഷൻ വരും. ഭഗത് സിംഗ് ആണോ ഉദ്ധം സിംഗ് ആണോ? ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എപ്പോഴാണ്? 1939 to 45 കാലഘട്ടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 അല്ലേ. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതാണ് 1940 ജൂലൈ 31. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല, അതേ പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല എന്നറിയപ്പെടുന്ന പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത്. 2011 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം, ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ളത് ഹിമാചൽ പ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളത് ബീഹാറിലാണ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? കാർഷിക മേഖലയുടെ വികസനമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനമാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ്. നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ഏത് വരണം? ബി വരണം അല്ലെ. ഒന്ന് ബി വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഒന്ന് ബി വരുന്നത് ഏതാണ്? 11ാമത്തെ എ ആണ് കേട്ടോ. 11ാമത്തെ ആൻസർ ഏതാ വരിക? ഒന്ന് ബി വരണം അല്ലേ. ഒന്ന് ബി വരുന്നത്. ഓക്കെ, രണ്ടെണ്ണം ഓപ്ഷൻ ബി വരുന്നത് ഉണ്ട് അല്ലേ. പിന്നെ രണ്ടാമത്തത് പഞ്ചവത്സര പദ്ധതി 2C വരണം. 2C വരണം. അപ്പൊ ആൻസർ ഏത് വരും? സി ആണ് വരുന്നത് കേട്ടോ. ഇതാണ് വരുന്നത്. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലേ. ആരാണ് തയ്യാറാക്കുന്നത്? UNDP ആണ് തയ്യാറാക്കുന്നത് അല്ലേ. യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ആ വികസനം എന്നുള്ളത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന് എന്ത് ചെയ്യണം? ആൻസർ ആയിട്ട് വരണം. UNDP ആണ് മാനവ വികസന സൂചിക എന്ത് ചെയ്യുന്നത്? തയ്യാറാക്കുന്നത്. അപ്പൊ ഒന്ന് ആൻസർ വരണമെങ്കിൽ ഇവിടെ ഒന്നുണ്ടോടാ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. അവിടെ രണ്ടാൾ അവരെ അങ്ങോട്ടാക്കി വിടും കേട്ടോ. ഇനി സാംസ്കാരിക വൈവിധ്യം, ആയുർദൈർഘ്യം, അഴിമതിരഹിത ഭരണം, ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. ഇതിൽ നമുക്ക് ഈ 3 ഓപ്ഷനിൽ പിന്നെ എന്തായാലും ഒന്ന് വരണം എന്നുള്ളത് അറിയും. ഇനി 4 ആണോ 3 ആണോ എന്നുള്ളത് നോക്കണം അല്ലേ. അപ്പൊ ഏത് നോക്കാം നമുക്ക്? അഴിമതിരഹിത ഭരണം നോക്കുക. വികസനവുമായിട്ട് നോക്കുവോ? ഇല്ല അല്ലേ. അപ്പൊ 12ാമത്തെ ആൻസർ ഏത് വരും? സി വരും. 1ഉം 3ഉം. ആയുർദൈർഘ്യം നോക്കും അല്ലേ. മനുഷ്യന്റെ ഒരു മാനവ വികസനം അറിയുമ്പോൾ അവിടെ ആയുർദൈർഘ്യത്തിന് എന്താണ്? അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ UNDP ആണ് തയ്യാറാക്കുന്നത്. ആയുർദൈർഘ്യം ഇതൊക്കെ എന്താണ്? അതിൽ വരുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ആണ് കേട്ടോ, ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരം മിന്നുമണിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയൊക്കെ എവിടെയാണ്? ബീഹാറിലാണ് അല്ലെ. ബീഹാറിലാണ്. റയത്തുവാരി എവിടെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. റയത്തുവാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. പിന്നെ ഇതിൽ പിന്നെ ഏത് വരും? 14ാമത്തെ ആൻസർ സി ആണ് അല്ലെ. മഹൽവാരി വ്യവസ്ഥയാണ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബീഹാർ, ഒറീസ ഭാഗങ്ങളിലാണ്. റയത്തുവാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. മഹൽവാരി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. നമുക്കറിയാം, നമുക്ക് ഇതിൽ ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് ഏതാണ്? തേയിലയാണ് അല്ലെ. തേയില എവിടെയാണ്? അസമിലാണ്. അപ്പൊ 2 ഏത് വരണം? ഡി വരണം. 2D വരുന്ന ഓപ്ഷൻ ആദ്യം എടുക്കുക. 2D വരുന്നത് നോക്കിക്കോ. ഏതാ? ബിയും വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട് അല്ലെ. പിന്നെ ചണം നമുക്കറിയാം പശ്ചിമ ബംഗാളാണ്. 3 ഏത് വരണം? ബി വരണം. 3B വരുന്നത് നോക്കൂ. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലെ. ഇത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഏത് ആൻസർ വന്നു? ബി വന്നു. 15ാമത്തെ ആൻസർ ബി ആണ്. അപ്പൊ കരിമ്പ് നമുക്ക് ഓരോരോ ഓപ്ഷൻ ആയിട്ട് എടുത്തോ കേട്ടോ. 1 സി ആണ്. കരിമ്പ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. തേയില ഏറ്റവും കൂടുതൽ ആസാമിലാണ്. ചണം ഏറ്റവും കൂടുതൽ ബംഗാളിലാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ പഞ്ചാബിലാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല. ഇലക്ഷൻ കമ്മീഷനാണോ തീരുമാനിക്കുന്നത്? ഇന്നവര് എന്താണ് സ്ഥാനാർത്ഥിയായാൽ മതി എന്ന് ഇലക്ഷൻ കമ്മീഷനാണോ തീരുമാനിക്കുന്നത്? അല്ല. തെറ്റാണ്. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ ഒക്കെ അങ്ങോട്ട് മാറ്റിക്കോ. ഒന്ന് വരുന്നതൊക്കെ മാറ്റിക്കോ കേട്ടോ. ഇനി സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. 2 വരുന്ന ഓപ്ഷൻ മാറ്റുക. 2 വരുന്നത് മാറ്റി. ഇനി ഇവിടെ ആകെ 4 മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ മാത്രമാണ് ഏത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്.
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. പിന്നെ അതിൽ അംഗങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു? എച്ച്.എൻ. കുൻസ്രു അല്ലെ, എച്ച്.എൻ. കുൻസ്രു. പിന്നെ മലയാളിയായിട്ട് ഒരാളുണ്ടായിരുന്നു, കെ.എം. പണിക്കർ. കെ.എം. പണിക്കർ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ധവള വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാലാണ് കേട്ടോ, ധവള വിപ്ലവം പാലാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏതാണ്? സ്വത്തവകാശമാണ്. സമത്വാവകാശം, സ്വാതന്ത്ര്യാവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങളൊക്കെ മൗലിക അവകാശങ്ങളാണ്. 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം 2002 86 ഭേദഗതി ഏതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയങ്ങളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തത്. അപ്പൊ ആൻസർ 1 മാത്രമാണ്. 22ാമത്തെ ആൻസർ ഇത് വരും സി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റിനാണ് നിക്ഷിപ്തം ട്ടോ. 24 പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ആരാണ്? കോട്ടയമാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അത് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. അദ്ദേഹം അയർലൻഡുകാരനാണ് കേട്ടോ, അദ്ദേഹം അയർലൻഡുകാരനാണ്. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായലാണ്. ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത NW3 ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം സൈലന്റ് വാലി പാലക്കാട് ജില്ലയില് 1984 ഉദ്ഘാടനം ചെയ്തു. 1985 നിലവിൽ വന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ചാലക്കുടി പുഴ. നമ്മൾ പറയാം അതിരപ്പള്ളി, ചാലക്കുടി പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി, ഒന്നാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി എങ്കിൽ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ചോദ്യം രണ്ടാമത്തേതാണ്, ആൻസർ സി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശാണ്. ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. ഹിമാലയ നദി അല്ലാത്തത് ഏതാണ്? ഹിമാലയ നദി അല്ലാത്തത് ഏതാണ്? പറയൂ കൃഷ്ണ. ഏതാണ്? ഇത് വരും, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആൻസർ. ഗംഗയുടെ പോഷക നദിയാണ് യമുന, അപ്പോ ഹിമാലയ നദിയാണ്. രവി, സത്ലജ്, രവിയിലെ സിന്ധുവിന്റെ പോഷക നദിയാണ് ഇത്. ഇതൊക്കെ ഗംഗയുടെ ഹിമാലയ നദികളാണ്. പിന്നെ ഗംഗയുടെ പോഷക നദിയാണ് അളകനന്ദ, ഹിമാലയ നദിയാണ്. പിന്നെ കൃഷ്ണ ഉപദ്വീപീയ നദികളാണ് അല്ലെ. കൃഷ്ണ എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ്. അപ്പൊ ഏത് വരും? 38ാമത്തെ ആൻസർ എ ആണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ് കേട്ടോ. 40ാമത്തെ ആൻസർ എ ആണ്, പുന്നമടക്കായലിലാണ്. ഇപ്രാവശ്യം 2024 നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ, കാരിച്ചാൽ ചുണ്ടൻ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗം ഇത് വരും? കോളറ അല്ലെ. ജലത്തിലൂടെ പകരുന്നത് കോളറ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ലാക്റ്റിക് ആസിഡ്. ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? ഏതാണ് സാംക്രമിക രോഗം അല്ലാത്തത്? ഏതാണ്? ബി ആണ്, ക്യാൻസർ. ECGയുടെ പൂർണ്ണ രൂപം ഇലക്ട്രോ
ഇവിടെ രണ്ടും മിസ്റ്റേക്ക് വരാറുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണോ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണോ? ഗ്രാഫ് ഒരിക്കലും വരില്ല, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. പോഷണ പ്രക്രിയയിൽ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് എങ്ങനെയായിരിക്കും? കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ആൻസർ ഡി വരും കേട്ടോ. ആദ്യം ആഹാരം സ്വീകരിക്കും, ദഹനം കഴിയും, ആഗിരണം കഴിയും, എന്നിട്ട് സ്വാംശീകരണം. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. കൂടുതൽ ശരിയായത് ഏതാണ്? ഇതിൽ കൂടുതൽ ശരിയായത് ഏതാണ്? ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആൻസറിലേക്ക് വേഗം ഇതിലേക്ക് പോകും അല്ലെ? ഏത് പോകും? പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആൻസർ ഇവിടെ സി ആണ്. അറിയില്ലെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയുമാണ്, ഒരു അന്തസ്രാവി ഗ്രന്ഥിയുമാണ് കേട്ടോ. ഒരു ദഹന ഗ്രന്ഥിയുമാണ്, അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പി ചെടിയിൽ നിന്നാണ്. പോപ്പിയാണ്. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫിസിമ. ശരിയായ ജോഡി ഏതാണ്? വൈറ്റമിൻ എ, ജീവകം എ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് നിശാന്തതയ്ക്ക് കാരണമാകുന്നതാണ്. ഒന്ന് ഏത് വരണം? 3 വരണം. 1, 3 വരുന്നത് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് വിടാം അല്ലെ? ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിടാം. പിന്നെ ബി, ബെറി അല്ലെ? രണ്ടാമത്തെ ആൻസർ ഏത് വരണം? 1 വരണം. രണ്ടാമത്തെ ആൻസർ അല്ലെ? നമ്മൾ പറഞ്ഞ തെറ്റി. ജീവകം എ നിശാന്തത. ഇവിടെ ആൻസർ വരുന്നത് 49ാമത്തെ ആൻസർ സി ആണ്. 1, 3 വരണം. ഇവിടെ 1 നമ്മൾ എഴുതി. ജീവകം എ നിശാന്തത. ജീവകം ബി ഏതെഴുതും? 2, 1 തന്നെയാണ്. ശരിയാണ്. സോറി, 2 1 തന്നെയാണ്. ബെറി. ജീവകം സി ഏതാണ്? സ്കർവി ആണ് അല്ലെ? വിറ്റമിൻ ഡി റിക്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 49 ചോദ്യമായി. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശം ഏത്? ശ്വേതരക്താണുക്കളാണ്. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഇതിൽ നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? ഏകദേശം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് 1 2 മാത്രം ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, എന്നും പറയുന്നുണ്ട് അല്ലേ നന്നായി പഠിക്കുക. മിസ് എപ്പോഴും ഈ പഠിക്കുക പറഞ്ഞിട്ട് പോകുന്നുണ്ട് അല്ലേ? പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ചു മാറ്റുക. ഒരുപാട് ഇരുന്നിട്ട് ഒരു ദിവസം ഓവർലോഡായിട്ട് ഇരുന്ന് പഠിക്കാതെ ഒരു 2 3 ടോപ്പിക് ഇരുന്ന് പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് അവിടെ പെർഫെക്റ്റ് ആക്കിയിട്ട് പഠിക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാണാതെ പറയാൻ കഴിയണം. അല്ലാതെ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തെറ്റ് വരും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇപ്പൊ ഏത് ടോപ്പിക് ആണെങ്കിലും, ഇപ്പൊ ഒരു ആമുഖം എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇപ്പൊ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആമുഖത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാം അറിയണം. ആമുഖം ഏതിലാണ് പറയുന്നത്, ആരെഴുതി തയ്യാറാക്കി, ആരെന്ത് ചെയ്തു, എന്താണ് അതിൽ പറയുന്നത്, അതിൽ പറയുന്ന ആശയങ്ങളൊക്കെ എവിടെ നിന്ന് കടമെടുത്തു, ഇത് നമുക്ക് എന്ത് ചെയ്യണം? കാണാതെ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് പറയാനായിട്ട് കഴിയണം. അപ്പോഴാണ് നമ്മുടെ പഠനം എന്ത് ചെയ്യുന്നത്? അവിടെ പെർഫെക്റ്റ് ആയിട്ട് തീരുന്നത്. നമുക്ക് ഓപ്ഷൻ വരട്ടെ എന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല കേട്ടോ. ഒരു നീതി ആയോഗ് അല്ലെങ്കിൽ ഒരു പഞ്ചവത്സര പദ്ധതി പഠിക്കുകയാണെങ്കിൽ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് ഇന്ന വർഷമാണ്, ഇന്ന രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്. 1ാമത്തെ പഞ്ചവത്സര പദ്ധതി കാർഷിക വിളയ്ക്ക്, 2ാമത്തത് വ്യവസായ വികസനത്തിന്, 3 ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക്, 4 സ്വാശ്രയത്വത്തിന് പ്രാധാന്യം കൊടുത്തു, 5ാമത്തെ പഞ്ചവത്സരം ഇന്നത് 6 ഇങ്ങനെ, 9 ഇങ്ങനെ, 7 ഇങ്ങനെ, 8 ഇങ്ങനെ. അത് നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ നമുക്കത് പറഞ്ഞാൽ കഴിയുമ്പോഴാണ് നമുക്കത് നെഗറ്റീവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അത് ചെയ്ത് പഠിച്ചേ തീരൂ കേട്ടോ. അത് നന്നായിട്ട് പഠിച്ചു മാറ്റണം. ഇപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, ഏതൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നു, ഏതാണ് ആർട്ടിക്കിൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ എന്താണ്, അദ്ദേഹത്തെ ആരാണ് നിയമിക്കുന്നത്, അദ്ദേഹത്തെ ആരാണ് പിരിച്ചുവിടുന്നത്, അതൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുമ്പോൾ നമ്മൾ ആ വോട്ടെടുപ്പ് സമയം ചിന്തിക്കണം, അദ്ദേഹം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് കഴിയണം. ഓക്കെ, അങ്ങനെ പഠിച്ചു മാറ്റണം കേട്ടോ ടോപ്പിക്കുകൾ. അപ്പോൾ എന്ന് പറയുന്ന പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വ്യൂസൊക്കെ നല്ല കുറവാണ് ചാനലിൽ, നിങ്ങൾക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ക്ലാസ് ഇട്ടിട്ട് പോലും സപ്പോർട്ടില്ല. അപ്പോൾ നമുക്ക് നാളെ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. നാളെ നമുക്ക് SCRTയുടെ ഒരു പുതിയ ലെസണായിട്ട് കാണാം. താങ്ക് യു.